എന്തുകൊണ്ട് ചിലർക്ക് വിശ്വാസം വരെന്ന് പറയാന്ന് മാത്രം. യോഹന്നാൻ 5:44. തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏകദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും? സോ വിശ്വസിക്കണമെങ്കിൽ ഒരു കാര്യം പോയേ പറ്റുള്ളൂ. എന്താണെന്നറിയോ? മനുഷ്യരെന്നെ മാനിക്കുമോ എന്നുള്ള ചിന്തയാൽ ദൈവവചനത്തെക്കാളും നാട്ടുനടപ്പോ സഭാവിശ്വാസമോ ഒക്കെ കൊണ്ട് നടക്കുന്നതാണ് തെറ്റായിട്ടുള്ള കാര്യം. ദൈവം ചില കാര്യങ്ങൾ ഇന്ന കാര്യം ശരി, ഇന്ന കാര്യം തെറ്റ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി നിൽക്കുന്നു എങ്കിൽ വിശ്വസിക്കാൻ പറ്റില്ല. ആ വചനം വേണ്ടാന്ന് വയ്ക്കും, ഈ വചനം വേണ്ടാന്ന് വയ്ക്കും. കാരണം എന്താ? ഇത് എൻ്റെ അപ്പന് ഇഷ്ടമല്ല, ഇത് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല, ഇതെൻ്റെ മക്കൾക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ വചനം അങ്ങ് കുറഞ്ഞു കുറഞ്ഞു വരും. വചനം എന്ന് പറയുന്നത് ഒരു വ്യക്തി ആയതുകൊണ്ട് ഭാഗമാക്കാൻ പറ്റില്ല. കല്യാണം കഴിക്കുമ്പോൾ ഒരാളുടെ കൈ ഇഷ്ടമാണ്, അതുകൊണ്ട് കൈ മാത്രമല്ലല്ലോ നമ്മൾ കല്യാണം കഴിക്കുന്നത്, ഒരു വ്യക്തിയല്ലേ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത ചില ഭാഗങ്ങളിലും കാണും അല്ലേ? ചിലർക്ക് കണ്ണ് ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം അല്ലേ, ചിലർക്ക് മൂക്ക് ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം. പക്ഷെ ആ വ്യക്തിയെ കല്യാണം കഴിക്കുമ്പോൾ യു ഗെറ്റ് ദാറ്റ് പേഴ്സൺ ആസ് എ ഹോൾ. അതുപോലെ കർത്താവിൻ്റെ ചില വചനം മാത്രം ഞാൻ വിശ്വസിക്കാം, ചിലത് മാത്രം ഞാൻ അനുസരിക്കാം എന്ന് പറയുന്നത് ശരിയല്ല. വി ഹാവ് ടു ലിവ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്, എവറി വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. വചനത്തിലുള്ള സകല വചനം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതിനുള്ള ധൈര്യം വേണം. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്നുള്ള ബഹുമാനമാണ് എനിക്ക് വലുത് എന്ന് നമ്മൾ പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള വിശ്വാസത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എല്ലാവരെയും പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ നമുക്ക് കർത്താവ് പ്രത്യേകം പറഞ്ഞ ഒരു കാര്യമാണ്, തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇറ്റ് ഇസ് ഇമ്പോസിബിൾ. അതുകൊണ്ട് ഒരു തീരുമാനം ഇന്നുണ്ടാകട്ടെ, ഞാൻ എൻ്റെ ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കുന്നു. അത് മാത്രമാണ് ഞാൻ അന്വേഷിക്കുന്നത്. മനുഷ്യരെക്കാൾ ദൈവത്തിന് ഞാൻ മുൻസ്ഥാനം കൊടുക്കുന്നു എന്ന് പറയുക. ഹല്ലേലൂയ. ഇതിനായിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 42-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചു നോക്കാം. ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല, എന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ദൈവസ്നേഹം ഇല്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ദൈവത്തോടുള്ള സ്നേഹമാണ് വിശ്വാസത്തിന് ആധാരം. ദൈവത്തിൽ നിന്നുള്ള ബഹുമാനം വരണമെങ്കിൽ, അന്വേഷിക്കണമെങ്കിൽ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങണം. ഇല്ലെങ്കിൽ പണ്ട് മുതലേ എൻ്റെ പിതാക്കന്മാർ പറഞ്ഞതേ ഞാൻ ചെയ്യുള്ളൂ, എൻ്റെ വീട്ടിൽ എൻ്റെ പിതാക്കന്മാർ പോയിടത്തോട്ടേ ഞാൻ പോവുള്ളൂ. അവർ പോയത് എവിടെയാണെന്ന് നമുക്കറിയാം. അവിടെ തന്നെ ചെല്ലുള്ളൂ. അവർക്കറിയായ്മയുടെ കാലത്ത് അവരങ്ങനെ നടന്നു കാണും. എന്നാൽ നമുക്കിന്ന് ദൈവം ഇതൊക്കെ ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചു തന്നില്ലേ, കാണിച്ചു തന്നില്ലേ? ഇന്നത്തെ തലമുറയ്ക്ക് ഒരു നാളും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ കേട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഏത് ടി വി ഇങ്ങനെ മറിക്കുമ്പോഴും നമ്മൾ കണ്ടുപോകും അല്ലേ, ഏതെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപോകും. അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റിയ കാര്യങ്ങൾ കണ്ടിട്ട് തന്നെയാണ് ഈ തലമുറ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ തലമുറയ്ക്ക് ഒരു ഒഴികഴിവുമില്ല. പണ്ടത്തെ ആളുകൾ അവർ കണ്ട ഈ ഒരു ഐലൻഡ് പോലെ അവർ നിന്ന് സഭയിൽ പറഞ്ഞ കാര്യങ്ങളെ അവർ കണ്ടിട്ടുള്ളൂ, കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് കൊണ്ട് വി ആർ മെയ്ഡ് റെസ്പോൺസിബിൾ. നമ്മളോട് അത് ചോദ്യം വരും, കർത്താവ് അത് ചോദിക്കും. ഓരോ കാലമുണ്ട് അല്ലേ, സന്ദർശന കാലമുണ്ട്. ദൈവം ഇന്ന് നമുക്ക് ദൈവവചനം ധാരാളമായിട്ട് തരുവാൻ ഉള്ള വഴികളെ അവൻ ഒരുക്കിയിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, അവൻ്റെ പരിജ്ഞാനം കൊണ്ട് ഭൂമി സമുദ്രത്തിൽ വെള്ളം കിടക്കുന്നത് പോലെ ഈ ഭൂമി പരിജ്ഞാനം കൊണ്ട് നിറയുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ? ദൈവത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് ഈ ഭൂമി മുഴുവൻ നിറയും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഹാപ്പനിങ് റൈറ്റ് നൗ. നമ്മുടെ ഈ സമയത്താണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഒരു ഒഴികഴിവില്ല പറയാൻ. ഹല്ലേലൂയ. നമ്മളെല്ലാവരും വിശ്വാസ വീരരാകേണ്ട സമയം കഴിഞ്ഞു.
ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും തോൽവികളും കൊണ്ട് നിൽക്കാനല്ല, ജയം കാണുന്നവരെയും കർത്താവിൻ്റെ വചനം പ്രസ്താവിക്കുവാൻ, കർത്താവിൻ്റെ വചനം പ്രസ്താവിച്ച് ജയം കാണുവാൻ നമ്മളെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ജയാളികളുടെ കൂട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ വിഷയത്തിലും നമുക്ക് ജയം വേണം. ഒരു വിഷയത്തിൽ പോലും നമുക്ക് തോൽവി പറ്റില്ല. എല്ലാ വിഷയത്തിലും കർത്താവ് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ വിഷയങ്ങൾക്കുള്ള വചനം തന്നിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ നമ്മൾ പോകണം. ഹല്ലേലൂയ. അതിൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ളത് ഞാൻ എടുക്കുന്നില്ല, എനിക്ക് ദൈവവചനം എന്ത് പറയുന്നു അത് മാത്രം മതി എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ബാക്കി ആളുകളുടെ പോലെ ആകാൻ പറ്റില്ല. കർത്താവ് ഇന്ന് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞപ്പോൾ ഒരു വാക്യം എനിക്ക് എന്നെ ഓർപ്പിച്ചു. അത് ഞാൻ വായിക്കാം. 115 സങ്കീർത്തനം 115 4 മുതലുള്ള വാക്യങ്ങൾ 8 വരെ. അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു, മനുഷ്യരുടെ കൈവേല തന്നെ. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, അവയ്ക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, തൊണ്ട കൊണ്ട് സംസാരിക്കുന്നതുമില്ല. അവയെ ഉണ്ടാക്കുന്നവൻ അവയെപ്പോലെ ആകുന്നു, അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെ ആകുന്നു. എന്താ അവർക്കുള്ള പ്രത്യേകത? കണ്ണുണ്ടെങ്കിൽ അവർ കാണില്ല, ശരിയല്ലേ? അവർക്ക് കാണാനില്ല. ചെവി ഉണ്ടെങ്കിൽ അവർക്ക് കേൾക്കാൻ പറ്റുന്നില്ല. പിന്നെയോ മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, പിന്നെ കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, പിന്നെ കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, തൊണ്ടയുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല. അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെയാകുന്നു. നമ്മുടെ ദൈവം എങ്ങനത്തെ ദൈവ? സംസാരിക്കുന്ന ദൈവ. ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരുന്ന് അവൻ സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വചനത്തിലൂടെ അവൻ സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം സ്പർശിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നടക്കുന്ന ദൈവമാണ്. ഞാൻ നിങ്ങളുടെ നടുവിൽ നടക്കുന്നുവെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നമ്മുടെ ദൈവം എങ്ങനത്തെ ദൈവം? കണ്ണുള്ള ദൈവം. നമ്മുടെ ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളെയും അവൻ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അതിനുള്ള നീക്കമൊക്കെ നൽകുവാൻ അവന് പ്രാപ്തിയുമുണ്ട്. ഹല്ലേലൂയ. അത് നടത്തി കഴിഞ്ഞിട്ടുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ നമുക്ക് വേണ്ടതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അത് ഏറ്റെടുക്കുവാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവൻ നമ്മൾ പറയുന്നതെല്ലാം കേൾക്കുകയും ചെയ്യും. അവന് ചെവിയുണ്ടെങ്കിലും അവൻ കേൾക്കും. ഹല്ലേലൂയ. അവൻ ചെവിയുണ്ട്, അവൻ കേൾക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം ഇതുപോലത്തെ ദൈവമല്ല. ഹല്ലേലൂയ. കൈവേലയല്ല, അവൻ്റെ കൈവേലയാണ് നമ്മൾ. ഹല്ലേലൂയ. അവൻ നമ്മുടെ കൈവേലയല്ല, നമ്മുടെ ഇമാജിനേഷനിൽ ഉണ്ടായതല്ല. അവൻ സത്യ ദൈവമാണ്, നിത്യജീവനാണ് അവൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിലെല്ലാം കർത്താവ് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക എൻ്റെ അടുത്ത്. ഞാൻ സത്യദൈവവും നിത്യജീവനുമാണ്. ഹല്ലേലൂയ. അവനിൽ കൂടെ അല്ലാതെ നിത്യജീവൻ സാധ്യമല്ല. അവനാണ്, യേശുവാണ് നിത്യജീവൻ. ഹല്ലേലൂയ. ആ യേശുവാണ് നിത്യജീവൻ. യേശുവിൽ കൂടെ അല്ലാതെ നിത്യനായ ദൈവവുമായിട്ടൊരു കണക്ഷൻ നമുക്ക് പറ്റില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനത്തെ ഒരു ദൈവത്തെ നമുക്ക് മനസ്സിലാക്കി തരുവാൻ അവന് ഹിതം തോന്നിയല്ലോ. ഹല്ലേലൂയ. ഇത്രത്തോളം വചനം കേൾക്കുവാൻ, വചനം മനസ്സിലാക്കുവാൻ അവൻ കൃപ തന്നല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത്ര വലിയൊരു ഭാഗ്യം നമ്മളെപ്പോലെയുള്ള ഉള്ളവർ എത്ര പേരുണ്ട്? സത്യവചനം ഇതുപോലെ കേൾക്കുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. നമുക്കിത് തന്നതോർത്തൊന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. വെളിപ്പാടുകൾ തരുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മളോട് സംസാരിക്കുന്ന ദൈവം. ആഗ്രഹിക്കുന്ന ഏതൊരു ഹൃദയമുണ്ടോ ആ ഹൃദയത്തോട് അവൻ സംസാരിച്ചിരിക്കും. ഹല്ലേലൂയ. അവൻ ഇടപെട്ടിരിക്കും നമ്മുടെ എല്ലാ വിഷയങ്ങളിലും. അവന് ചിലത് പറയുവാനുണ്ട്, അവന് ചിലത് ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ. അവൻ പക്വതയും പാകതയും ഉള്ളവനാണ്.
അവൻ മെച്യൂറായിട്ടുള്ള ഒരു ദൈവമാണ്. അവനെല്ലാം അറിയാം. ഹല്ലേലൂയ. സകലതും നന്നായി ചെയ്യുന്നവനാണ് അവൻ. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് അത് പറയുന്നുണ്ട്. അവരെല്ലാം നന്നായി ചെയ്തു. പ്രൈസ് ദി ലോർഡ്. എല്ലാം നന്നായി ചെയ്യുന്നവനാണ്. നമ്മുടെ ജീവിതത്തിലും നന്നായി ചെയ്യുവാൻ നമ്മളൊന്ന് ഇടം കൊടുക്കാം. ചില കാര്യങ്ങളൊക്കെ ഒന്ന് വിശ്വസിക്കുക. അവൻ പറയുന്ന വചനം ഒന്ന് വിശ്വസിക്കുക. അതങ്ങനെ തന്നെ നടക്കും. ഇതിവിടെ ഏറ്റു പറഞ്ഞാൽ മാത്രം പോരാ. എൻ്റെ ശരീരത്തിലെ ഒരു അവയവവും കുറവുള്ളതായിരിക്കാൻ, എന്തെങ്കിലും അപാകതയുള്ളതായിരിക്കാൻ, എന്തെങ്കിലും പ്രശ്നമുള്ളതായിരിക്കാൻ ഞാൻ അനുവദിക്കുന്നില്ല. ഈ അധികാരം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. വി ഹാവ് ടു യൂസ് ഇറ്റ് നൗ. ഹല്ലേലൂയ. നമുക്ക് തന്നിട്ടുള്ള അധികാരമാണ്. നമ്മളത് യൂസ് ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ഡയബറ്റീസിന് എൻ്റെ ശരീരത്തിൽ ഇരിപ്പാൻ സാധ്യമല്ല. പ്രഷർ നിമിത്തം, ഹൈ ബ്ലഡ് പ്രഷർ നിമിത്തം ഞാൻ എന്താ പറയാ, വിഷമിക്കില്ല. കാരണം എന്താ? അത് മാറിപ്പോയിരിക്കും. ഇറ്റ് ഈസ് എ സ്പിരിറ്റ്. വി ഹാവ് ടു നോ ഇറ്റ്. സ്പിരിറ്റ് ഓഫ് ഇൻഫോർമിറ്റി ആണ്. അശുദ്ധാത്മാക്കളാണ് ഇത് കൊണ്ടുവരുന്നത്. വി നീഡ് നോട്ട് ക്യാരി ദം. നമുക്ക് വഹിക്കാനുള്ളത് കർത്താവിനെയാണ്. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ കർത്താവാണ് വസിക്കുന്നത്. ഹല്ലേലൂയ. അവൻ പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൈ ഒന്ന് രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരാം. കാരണം എന്താ? നമ്മുടെ കൈ അവൻ്റെ കൈ പോലെ ഇരിക്കുന്നു. ഹല്ലേലൂയ. നമ്മളെ മഹത്വമുള്ളവരാക്കി തീർക്കുവാൻ കർത്താവിൻ്റെ മഹത്വമാണ് നമ്മുടെ മേലിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മളെ വെറുതെ വിളിച്ചതല്ല. അവൻ്റെ മഹത്വം വഹിക്കാനുള്ളവരാ, അവൻ്റെ തേജസ് വഹിക്കാനുള്ളവരാ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ വചനം കേട്ടപ്പോൾ, പൗലോസ് പറഞ്ഞ വചനം കേട്ടപ്പോൾ ലുസ്ത്രയിലെ മുടന്തന് വിശ്വാസം ഉളവായി വന്നു. ഹല്ലേലൂയ. വിശ്വാസം വന്നാൽ കാണാൻ പറ്റും. പൗലോസ് കണ്ടു, വിശ്വാസമുണ്ട് എന്ന് കണ്ടു. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? വചനം ഏറ്റെടുക്കുമ്പോൾ അത് ഗ്ലോറിയായി മാറും. ഹല്ലേലൂയ. വചനം ഏറ്റെടുത്തവൻ്റെ മുഖം കണ്ടാൽ അറിയാം അവൻ വചനം ഏറ്റെടുത്തോ ഇല്ലേ, വിശ്വസിച്ചോ ഇല്ലേ, പറഞ്ഞത് അംഗീകരിച്ചോ ഇല്ലേ. ഇതറിയാൻ പറ്റും. ഇവിടെ നിന്ന് നോക്കുമ്പോഴേ അറിയണേ. ഹല്ലേലൂയ. ചിലരുടെ മുഖം തിളങ്ങും. അപ്പം അറിയാം അവരെടുത്ത് തോന്നും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നിൽക്കുമ്പോൾ അറിയാം, വ്യത്യാസം അറിയാം. ആരെടുത്തു ആരെടുത്തില്ല എന്നറിയാം. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും വേറെ പലതും ആലോചിച്ചിരിക്കുമ്പോൾ എടുക്കാൻ പറ്റില്ല. എന്നാൽ വചനം ഏറ്റെടുത്തവരുടെ മുഖം വിളങ്ങും. പ്രൈസ് ദി ലോർഡ്. കാരണം വചനം, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനം ആത്മാവും ജീവനുമാകുന്നു. ജീവനും സമൃദ്ധമായ ജീവനും തരുവാനാ കർത്താവ് നമ്മുടെ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. ഹല്ലേലൂയ. നമ്മൾ ഇതാണ് അനുഭവിക്കാനുള്ളത്. നമ്മൾ ജീവനും സമൃദ്ധമായ ജീവനും അനുഭവിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ നമ്മുടെ നല്ല ഇടയനാണെങ്കിൽ നമുക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. ഒരു മുട്ടും നമുക്ക് ഉണ്ടാകുകയില്ല. ദിസ് ഇസ് ദ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. നിങ്ങൾ നിലങ്ങൾ എനിക്ക് വേണ്ടി വിട്ടാൽ ഈ ലോകത്തിൽ വെച്ച് നിലങ്ങൾ നിങ്ങൾക്ക് കിട്ടും എന്ന് കർത്താവാ പറഞ്ഞത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി വിശ്വസിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ നിലം പോയെന്നിരിക്കും, നമുക്ക് അവകാശം കിട്ടിയെന്ന് വരില്ല. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് ഈ ലോകത്തിൽ വെച്ച് നിലങ്ങളെ തരുവാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. അവിടെ ചെല്ലുമ്പോൾ മാത്രമല്ല, ഇവിടെ വെച്ച് തന്നെ ഹി ഗിവ്സ്. പ്രൈസ് ദി ലോർഡ്. ഹി ഈസ് എ ഗിവർ. He is a giver. Hallelujah. 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 Praise the Lord. Hallelujah. Oh, hallelujah. രൂത്ത് എല്ലാം വിട്ടിട്ട് പോകുന്നവളാ കർത്താവിന് വേണ്ടി. അവളുടെ സ്വന്തം ജനം, സ്വന്തം നാട് എല്ലാം വിട്ടു പോന്നു. ഇവിടെ വന്നപ്പോഴാണെങ്കിൽ അവളെക്കുറിച്ച് പറയുന്നത് എന്താണ്? മരിച്ചവൻ്റെ ഭാര്യ. ആ മരിച്ചവൻ്റെ ഭാര്യ. ഇതാണ് അവളെക്കുറിച്ച് പറയുവാനുള്ളത്. എന്തെങ്കിലും ഉണ്ടോ ബാക്കി? ഒന്നുമില്ല. എന്നാൽ അവൾ സെർവ് ചെയ്യാൻ തുടങ്ങി, അല്ലേ? അമ്മായിയമ്മയെ സെർവ് ചെയ്യാൻ തുടങ്ങി. ഒന്നും നോക്കാതെ അവൾ സെർവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ വാട്ട് ഹാപ്പൻ? ഏത് വയലിൽ അവൾ വേല ചെയ്തോ ആ വയലിൻ്റെ ഉടമസ്ഥയായി തീർന്നു. ദിസ് ഇസ് ദ പ്രോമിസ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ.
കർത്താവിന് വേണ്ടി എന്തെങ്കിലും ത്യജിച്ചാൽ കർത്താവ് ആർക്കും കടക്കാരനല്ല. അവൻ കടക്കാരനല്ല, അവൻ നമ്മളെ അനുഗ്രഹിക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ പറഞ്ഞിട്ടുള്ള എല്ലാ വചനവും നിവർത്തിപ്പാൻ അവൻ ശക്തനാണ്. അതവൻ ചെയ്തേ പറ്റുള്ളൂ. ഹല്ലേലൂയ. അവൻ സത്യവേദ പുസ്തകമല്ലേ ഇത്? സത്യവേദ പുസ്തകമല്ലേ നമ്മുടെ കയ്യിലുള്ളത്? അതങ്ങനെ തന്നെ നടന്നിരിക്കും. അതിൻ്റെ അകത്തെ ഒരു വാക്കുപോലും മാറ്റിക്കളയുവാൻ ആർക്കും, ഈ ഭൂമിയിലുള്ള ആർക്കും സാധ്യമല്ല. ആകാശം ഭൂമിയും മാറിയാലും ഈ ഞാൻ പറഞ്ഞ ഒരു വചനവും മാറിപ്പോകയില്ല. ദിസ് ഇസ് ദ പ്രോമിസ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള വചനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അത് ഷെൽഫിലിരുന്നാൽ സാധ്യമല്ല, അത് ഹൃദയത്തിലായിത്തീരണം. ഹല്ലേലൂയ. അത് നമ്മുടെ ഹൃദയത്തിലാക്കി കർത്താവിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ ലെറ്റ് us give him a chance. അവനൊരു ചാൻസ് കൊടുത്താൽ മതി, അവനത് നിവർത്തിച്ചു തരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.